ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഇത് കഴിക്കുക. ഷുഗറും കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കലരിക്ക് പകരം പച്ചരിയും എടുക്കാം. ഇതെല്ലാം കൂടെ കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. ഒരു 5-6 മണിക്കൂർ ഇത് കുതിർക്കാൻ വെക്കണം. രാത്രിയാണ് ഞാൻ ഇത് കഴുകി കുതിർത്ത് വെക്കുന്നത്. രാവിലെ ഇത് കഴുകി ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കഷ്ണം സവാള, 2 പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു പാകത്തിലാണ് മാവ് കിട്ടേണ്ടത്. അധികം കട്ടിയാവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി. ഇതുപോലെ ഈ പാകത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് മാവ് കോരി ഒഴിച്ച് നേരിയതായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നേരിയതായ ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ പരത്തിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തടവി കൊടുത്താൽ മതി. എണ്ണ വേണ്ടാത്തവർ എണ്ണ ഉപയോഗിക്കണ്ട. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ കുറച്ച് വേഗം ദോശ ചുട്ടെടുത്താൽ മതി. ഇനി ഒരു ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. ദോശക്കല്ലിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. നെയ്യ് തടവി കൊടുത്ത് അടച്ച് വെച്ച് നല്ല മൊരിഞ്ഞ ദോശയാണ് ചുട്ടെടുക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദോശ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് കഴിക്കാൻ. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചുട്ടെടുക്കുക. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇതുപോലെ വെറൈറ്റി ദോശ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഷുഗർ ഉള്ളവർക്കെല്ലാം ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിച്ചാൽ ഷുഗറെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ദോശ. താങ്ക് യു ഫോർ വാച്ചിങ്.